ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഈ ആഴ്ച മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഫാന്റാസ്റ്റിക് ഫോർ റിലീസ് ചെയ്യുന്നതുകൊണ്ട് ആ സിനിമ കാണുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് വീഡിയോ. മാർവലിലെ ഫസ്റ്റ് ഫാമിലി എന്നറിയപ്പെടുന്ന ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഒറിജിൻ, പിന്നെ ഫാന്റാസ്റ്റിക് ഫോർ സിനിമകളുടെ ഹിസ്റ്ററി, അതുകൂടാതെ പുതിയ ഫാന്റാസ്റ്റിക് ഫോർ സിനിമ എങ്ങനെ MCUമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പോർഷൻ കാണാനായിട്ട് ഞാൻ ടൈം സ്റ്റാമ്പ് വെക്കാം. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. സ്റ്റാൻലി സൃഷ്ടിച്ച് ജാക്ക് കർബി ഡിസൈൻ ചെയ്ത് 1961 ആദ്യമായി പബ്ലിഷ് ചെയ്ത സൂപ്പർ ഹീറോ കോമിക്കായിരുന്നു ഫാന്റാസ്റ്റിക് ഫോർ. ഫാന്റാസ്റ്റിക് ഫോർ സൃഷ്ടിക്കാനുള്ള പ്രധാന കാരണം മാർവലിൻ്റെ റൈവൽ കമ്പനിയായ DC-യുടെ ജസ്റ്റിസ് ലീഗ് കോമിക്കുകളുടെ അക്കാലത്തെ പോപ്പുലാരിറ്റി ആയിരുന്നു. പക്ഷേ സ്റ്റാൻലി DC-യിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു അപ്രോച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. മറ്റ് സൂപ്പർ ഹീറോ ടീമുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഫാമിലി ഡൈനാമിക് കൊണ്ടുവന്ന ടീമായിരുന്നു ഫാന്റാസ്റ്റിക് ഫോർ. കാരണം ഈ സൂപ്പർ ഹീറോ ടീമിലെ 3 പേരും ഒരു ഫാമിലിയിൽ നിന്നുള്ളവരാണ്, സീക്രട്ട് ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാത്തവരും. അതുകൊണ്ട് തന്നെ ഇവർക്ക് പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസുമുണ്ട്. ഈ ഒരു ഫാമിലി ആംഗിൾ കൊണ്ടുവന്നത് കൊണ്ടാണ് ഫാന്റാസ്റ്റിക് ഫോറിനെ മാർവലിൻ്റെ ഫസ്റ്റ് ഫാമിലി എന്നറിയപ്പെടുന്നത്. ഫാന്റാസ്റ്റിക് ഫോർ ടീമിൽ 4 പ്രധാന ക്യാരക്ടേഴ്സാണുള്ളത്. മിസ്റ്റർ ഫാന്റാസ്റ്റിക് എന്നറിയപ്പെടുന്ന റീഡ് റിച്ചാർഡ്സ്, പുള്ളിക്കാരൻ്റെ ഭാര്യയായ ഇൻവിസിബിൾ വുമൺ എന്നറിയപ്പെടുന്ന സൂ സ്റ്റോം, അവരുടെ അനിയനായ ഹ്യൂമൻ ടോർച്ച് എന്നറിയപ്പെടുന്ന ജോണി സ്റ്റോം, പിന്നെ റീഡ് റിച്ചാർഡ്സിൻ്റെ കൂട്ടുകാരനും പൈലറ്റുമായ തിങ് എന്നറിയപ്പെടുന്ന ബെൻ ഗ്രിം. സയൻറ്റിസ്റ്റ് ആയിരുന്ന റീഡ് റിച്ചാർഡ്സ് സ്പേസ് ട്രാവലിനായി ഒരു സ്പേസ് ഷിപ്പ് ഡിസൈൻ ചെയ്തിരുന്നു. പക്ഷേ ഗവൺമെൻറ് ഫണ്ടിങ് തടഞ്ഞത് കാരണം ആ മിഷൻ ഒഴിവാക്കാനുള്ള നിർദ്ദേശം അവർക്ക് കിട്ടുന്നു. പക്ഷേ അതിന് റീഡ് റിച്ചാർഡ്സ് തയ്യാറായിരുന്നില്ല. സെക്യൂരിറ്റി പ്രോട്ടോകോൾ മറികടന്ന് അയാൾ സ്പേസ് ഷിപ്പിൽ പോകാൻ തീരുമാനിക്കുന്നു. അതിനായി അയാൾക്ക് കൂട്ടിനായി അയാളുടെ ബെസ്റ്റ് ഫ്രണ്ടും പൈലറ്റുമായിരുന്ന ബെൻ ഗ്രിമ്മിനെ വിളിക്കുന്നു. അയാളെ ഒറ്റയ്ക്ക് വിടാൻ അയാളുടെ ഗേൾ ഫ്രണ്ടായ സൂ സ്റ്റോം തയ്യാറായിരുന്നില്ല. സൂ സ്റ്റോമിൻ്റെ ബ്രദറായിട്ടുള്ള ജോണി സ്റ്റോമും തൻ്റെ സിസ്റ്ററെ ഒറ്റയ്ക്ക് വിടാൻ കഴിയാത്തതുകൊണ്ട് കൂടെ ചേരുന്നു. അവർ ആ സ്പേസ് ഷിപ്പിൽ ഔട്ടർ സ്പേസിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഒരു അപകടം സംഭവിക്കുകയും കോസ്മിക് റേസ് കാരണം അവർക്ക് പലതരത്തിലുള്ള സ്ട്രെങ്ത് കിട്ടുന്നു. റീഡ് റിച്ചാർഡ്സിന് എലാസ്റ്റിക്കായി സ്ട്രെച്ച് ചെയ്യാനുള്ള പവർ, സൂ സ്റ്റോമിന് ഇൻവിസിബിൾ ആകാനുള്ള പവർ, ജോണി സ്റ്റോമിന് ദേഹം മുഴുവൻ ഇഗ്നൈറ്റ് ചെയ്യാനുള്ള പവർ, ബെന്നിന് റോക്ക് പോലെ ഇൻഡിസ്ട്രക്റ്റബിൾ ആകാനുള്ള പവറും. ഈ പവർ കിട്ടിയതുകൊണ്ട് ഫിസിക്കലി ഒരു ചേഞ്ച് വന്നത് ബെന്നിന് മാത്രമായിരുന്നു. ബാക്കി 3 പേർക്കും അല്ലാതെ അഡാപ്റ്റ് ചെയ്യാനും കഴിയും. സോ ഇങ്ങനെ പലതരത്തിലുള്ള പവേഴ്സ് കൊണ്ട് ആദ്യം സ്ട്രഗിൾ ചെയ്തിരുന്നവർ ഒരുമിച്ച് ഒരു ഫാമിലി പോലെ നിൽക്കുകയും അവരുടെ പവേഴ്സ് ഹ്യൂമാനിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതുമാണ് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ കോർ ഐഡിയ. ഈ ഫാന്റാസ്റ്റിക് ഫോർ ടീമിനെ പോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കോമിക്സിൽ അവരുടെ വില്ലന്മാരാരൊക്കെയാണെന്ന്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വില്ലനും ഫാൻ ബേസ് ഉള്ള വില്ലനും അത് ഡോക്ടർ ഡൂം തന്നെയാണ്. പക്ഷേ ഈ സിനിമയിൽ വില്ലനായിട്ട് എത്തുന്നത് മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറായ ഗലാക്ടസ് ആണ്. മാർവൽ കോമിക്സിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറിൽ ഒന്നാണ് ഗലാക്ടസ്. കോസ്മിക് അല്ലെങ്കിൽ ഗോഡ് ലൈക്ക് ക്യാരക്ടറായിട്ട് തന്നെയാണ് ഈ ക്യാരക്ടർ അറിയപ്പെടുന്നത്. പക്ഷേ ഒരിക്കൽ ഈ ക്യാരക്ടർ ഒരു മോർട്ടലായിരുന്നു. സിമ്പിളായിട്ടൊരു ബാക്ക് സ്റ്റോറി പറഞ്ഞാൽ ഗലാക്ടസിനെ അറിയപ്പെടുന്നത് ഡിവോർ ഓഫ് ദ വേൾഡ് എന്നാണ്. ഹണ്ട് ചെയ്ത് ഓരോ പ്ലാനറ്റും വിഴുങ്ങുന്ന ആൾ. ഇപ്പോഴുള്ള യൂണിവേഴ്സ് ഉണ്ടാകുന്നതിന് മുൻപുള്ള, അതായത് ബിഗ് ബാങ് ഒക്കെ സംഭവിക്കുന്നതിന് മുൻപുള്ള ഒരു യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ക്യാരക്ടറാണ് ഗലാക്ടസ്. വളരെ അഡ്വാൻസ്ഡ് ആയ ടാ എന്ന പ്ലാനറ്റിലുള്ള ഗെയ്ലൻ എന്നറിയപ്പെടുന്ന ആളായിരുന്നു ഗലാക്ടസ്. ബിഗ് ബാങ് സംഭവിക്കാൻ പോകുന്നത് കൊണ്ട് അയാളുടെ പ്ലാനറ്റിലെ എല്ലാവരും റേഡിയേഷൻ കാരണം മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടെ ഗെയ്ലാൻ സ്വയം സാക്രിഫൈസ് ചെയ്യാൻ അയാളുടെ സ്പേസ് ഷിപ്പിൽ ബിഗ് ബാങ്കിൽ എത്തുമ്പോഴേക്കും അവിടെ സെന്റിയൻസ് ഓഫ് ബിഗ് ബാങ് എന്നൊരു എൻറ്റിറ്റി അയാളുടെ ഉള്ളിലേക്ക് കയറുകയും അയാൾ ആ ഗാലക്സിയിൽ അങ്ങനെ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ ഒരിക്കൽ അയാൾ എണീറ്റപ്പോൾ അയാളുടെ വിശപ്പകറ്റാൻ പിന്നെ എല്ലാ പ്ലാനറ്റ്സിനെയും വിഴുങ്ങാൻ തുടങ്ങി. അതുകൊണ്ടാണ് അയാളെ ഡിവോവർ ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഗലാക്ടസ് സെൻല എന്ന പ്ലാനറ്റ് വിഴുങ്ങാൻ എത്തുമ്പോഴാണ് അവിടെയുള്ള നോറിൻ റാഡ് എന്നൊരാൾ അയാളുടെ പ്ലാനറ്റ് വിഴുങ്ങരുതെന്നും പകരം ഗലാക്ടസിന് വേണ്ടി എത്ര പ്ലാനറ്റുകൾ വേണമെങ്കിലും അയാൾ കണ്ടെത്തി തരാമെന്നും അപേക്ഷിക്കുന്നു. അങ്ങനെ ഗലാക്ടസ് അതിന് സമ്മതിക്കുകയും തൻ്റെ കോസ്മിക് പവർ ഉപയോഗിച്ച് നോറിൻ റാഡിനെ തൻ്റെ സഹായിയായ സിൽവർ സർഫർ ആക്കുകയും ചെയ്യുന്നു. ഈ സിൽവർ സർഫറാണ് ഇവിടെ ഭൂമി കണ്ടെത്തുന്നതും തൻ്റെ മാസ്റ്ററിന് പറഞ്ഞു കൊടുക്കുന്നതും. ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ സിനിമ ഹിസ്റ്ററി എടുത്താൽ വളരെ മോശം ട്രാക്ക് റെക്കോർഡുള്ള ഒരു സിനിമ ഫ്രാഞ്ചൈസിയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇതുവരെ ഇറങ്ങിയ എല്ലാ ഫാന്റാസ്റ്റിക് ഫോർ സിനിമകളും എയ്തർ ക്രിട്ടിക്കൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഫ്ലോപ്പുകളായിരുന്നു. ആദ്യത്തെ ഫാന്റാസ്റ്റിക് ഫോർ സിനിമ റിലീസ് ചെയ്യുന്നത് 1994 അന്ന് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ റൈറ്റ്സ് നഷ്ടപ്പെടാതിരിക്കാൻ മാർവൽ ഒരു ലോ ബഡ്ജറ്റ് ലോ ക്വാളിറ്റി സിനിമ എടുക്കുകയാണ് ചെയ്തത്. അത് തിയേറ്ററിൽ പോലും അവർ റിലീസ് ചെയ്തില്ല. ഇപ്പോൾ അതിൻ്റെ സീൻസൊക്കെ നമ്മൾ യൂട്യൂബിൽ എടുത്ത് നോക്കിയാൽ അത് 90s മറിച്ച് 70s റിലീസ് ചെയ്തൊരു സിനിമയായിട്ടേ നമുക്ക് തോന്നും. അത്രയ്ക്ക് മോശം ക്വാളിറ്റിയാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് കോമിക് ബുക്ക് സിനിമ എന്ന നിലയിൽ ആദ്യമായി ഒരു ഫാന്റാസ്റ്റിക് ഫോർ സിനിമ റിലീസ് ചെയ്തത് പിന്നെയും 11 വർഷം കഴിഞ്ഞ് 2005 ലോൺ ഗഫാർഡ്, ജെസിക്ക ആൽബ, ക്രിസ് ഇവാൻസ്, മൈക്കിൾ സിക്ലിസ് എന്നിവർ മെയിൻ റോളിൽ വന്ന ആ സിനിമ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഒറിജിൻ സ്റ്റോറിയാണ് പറഞ്ഞത്. ഡോക്ടർ ഡൂം ആയിരുന്നു ഇതിൽ വില്ലനായി വന്നത്. റിവ്യൂസ് എല്ലാം മോശമായിരുന്നെങ്കിലും ആ സിനിമ ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു. അതേപോലെ
ക്രിസ് ഇവാൻസിൻ്റെ ജോണി സ്റ്റോം ഇപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡെഡ്പൂൾ 3-ൽ ആ ക്യാരക്ടർ ഉൾപ്പെടുത്തിയതും. ഈ സിനിമയുടെ സീക്വലായ ഫാന്റാസ്റ്റിക് ഫോർ ദ റൈസ് ഓഫ് സിൽവർ സർഫർ റിലീസ് ചെയ്യുന്നത് 2007-ലാണ്. ഗലാക്ടസിനെയും സിൽവർ സർഫറിനെയും ഒക്കെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഇതിലായിരുന്നു. ഗലാക്ടസിനെയൊക്കെ കൊണ്ടുവരാനൊരു ശ്രമം നടത്തി എന്നതല്ലാതെ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും അവിടെ ഉണ്ടായില്ല. ആ സിനിമ ഒരു ക്രിട്ടിക്കൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഫ്ലോപ്പ് ആയതോടെ പ്ലാൻ ചെയ്തിരുന്ന മൂന്നാമത്തെ സിനിമ അവർ ക്യാൻസൽ ചെയ്തു. പിന്നീട് 2015 വീണ്ടും 20th സെഞ്ച്വറി ഫോക്സ് സ്റ്റുഡിയോ ഫാന്റാസ്റ്റിക് ഫോർ റീബൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ആ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ നല്ല പ്രതീക്ഷയായിരുന്നു. കാരണം അതിൻ്റെ ഡയറക്ടറായി തീരുമാനിച്ചിരുന്നത് ക്രോണിക്കിൾ പോലത്തെ ക്രിട്ടിക്കലി അക്ലൈംഡ് ആയിട്ടുള്ള സിനിമകൾ ഡയറക്റ്റ് ചെയ്ത ജോഷ് ട്രാങ്ക് ആയിരുന്നു. മൈൽസ് ടെല്ലർ, മൈക്കിൾ ബി ജോർദൻ, കേറ്റ് മാറ എന്നിങ്ങനെ അന്നത്തെ അപ്കമിംഗ് ആക്ടേഴ്സ് ആയിരുന്നു മെയിൻ കാസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ എക്സ്പെക്ടേഷന് വിപരീതമായി ഏറ്റവും മോശം സൂപ്പർ ഹീറോ സിനിമകൾ ഒന്നായി ആ സിനിമ മാറി. അതിൻ്റെ പ്രധാന കാരണം സ്റ്റുഡിയോയും ഡയറക്ടറും തമ്മിലുള്ള ക്ലാഷ് തന്നെയായിരുന്നു. ഈ സിനിമയിൽ വീണ്ടും ഡോക്ടർ ഡ്രൂമിനെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചെങ്കിലും അവിടെയും അതൊരു ഫ്ലോപ്പായിരുന്നു. ഫാന്റാസ്റ്റിക് ഫോർ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി അല്ല, അല്ലെങ്കിൽ എന്തോ ബാഡ് ലക്ക് അതിന് പുറകിലുണ്ട് എന്ന ഐഡിയ അവിടെ ഉണ്ടായി. പിന്നീട് 2019 20th സെഞ്ച്വറി ഫോക്സ് സ്റ്റുഡിയോനെ ഡിസ്നി വാങ്ങിയപ്പോൾ മുതൽ എല്ലാവരും നോക്കിയത് എന്നായിരിക്കും MCUലേക്ക് ഫാന്റാസ്റ്റിക് ഫോറിനെ കൊണ്ടുവരുന്നത് എന്നായിരുന്നു. പക്ഷേ ആകെ അവർ അവിടെ ചെയ്തത് ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിലെ ഇലുമിനാറ്റി ടീമിൽ റീഡ് റിച്ചാർഡ്സിനെ മാത്രമായിട്ട് കൊണ്ടുവന്നതായിരുന്നു. അന്ന് ആ ക്യാമിയോ വേഷത്തിലെത്തിയത് ഫാൻ ഫേവറേറ്റായിരുന്ന ജോൺ ക്രസൻസ്കി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ ക്യാരക്ടേഴ്സിന് TV ഷോസും അല്ലെങ്കിൽ സിനിമകളൊക്കെ കൊടുക്കുന്നതിന് പകരം മാർവലിൻ്റെ ഫേസ് 4 അല്ലെങ്കിൽ ഫേസ് 5 ഒക്കെ ഫാന്റാസ്റ്റിക് ഫോറിനെ വെച്ച് മാർവൽ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ഹൈപ്പിൻ്റെ ഡബിൾ ഇമ്പാക്റ്റ് അന്നുണ്ടായേനെ എന്ന് തോന്നി. റിലീസ് ചെയ്യാൻ പോകുന്ന ഫാന്റാസ്റ്റിക് ഫോർ ഡയറക്റ്റ് ചെയ്യുന്നത് MCUവിലെ തന്നെ ആദ്യത്തെ സീരീസായ വാണ്ടാവിഷൻ ഡയറക്റ്റ് ചെയ്ത മാറ്റ് ഷാക്മാൻ ആണ്. റീഡ് റിച്ചാർഡ്സായി പെഡ്രോ പാസ്കൽ, സൂ സ്റ്റോമായി വെനീസ കെർബി, ജോണി സ്റ്റോമായി ജോസഫ് ക്വിൻ, പിന്നെ ദ തിങ് ആയി ഇബോൺ മോസ് ബാക്രാക്ക് എന്നിവരാണ് എത്തുന്നത്. എവിടെ നോക്കിയാൽ ഇപ്പോൾ പെഡ്രോ പാസ്കലാണ് ഉള്ളത് എന്ന പോയിന്റ് മാറ്റിവെച്ചാൽ കൊള്ളാവുന്നൊരു കാസ്റ്റ് തന്നെയാണത്. മാത്രമല്ല ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ആദ്യകാല ഡിസൈനിലേക്ക് ഒരു തിരിച്ചുപോക്കാണ് ഈ സിനിമയിലൂടെ കാണാൻ പറ്റുന്നത്. തിങ്ങിന് ജാക്ക് കെർബി വരച്ച ആദ്യത്തെ ഡിസൈൻ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഗലാക്ടസിനെ ആദ്യമായിട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്ന സിനിമ കൂടെയായിരിക്കും ഇത്. ഗലാക്ടസ് എത്തുന്നത് റാൽഫ് ഇന്നസാണ്. സിൽവർ സർഫറിനെ പിടിച്ച് പെണ്ണാക്കിയേ അല്ലെങ്കിൽ വോക്കാക്കിയേ എന്നൊക്കെ വിഡിത്തം പറഞ്ഞുകൊണ്ടിരുന്ന ചിലരുണ്ടായിരുന്നു. ആക്ച്വലി ഇവിടെ സിൽവർ സർഫർ അല്ല, അത് ഷാലബെൽ എന്നൊരു ക്യാരക്ടറാണ്. സിൽവർ സർഫറിൻ്റെ ലവറാണ് ഷാലബെൽ. ഓക്കെ, ഇനി എങ്ങനെയാണ് പുതിയ ഫാന്റാസ്റ്റിക് ഫോർ സിനിമ MCUമായിട്ട് കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫേസ് 6-ലെ ആദ്യത്തെ സിനിമയാണ് ഫാന്റാസ്റ്റിക് ഫോർ. നമുക്കറിയാം ഫേസ് 1 മുതൽ ഇതുവരെയുള്ള എല്ലാ സിനിമകളും സെറ്റ് ചെയ്തിരിക്കുന്നത് എർത്ത് 616-ലാണ്. പണ്ടൊരു തിയറി ഉണ്ടായിരുന്നത് ഫാന്റാസ്റ്റിക് ഫോർ ആൾറെഡി ഈ യൂണിവേഴ്സിൽ ഉണ്ടായിരുന്നെന്നും അവർ താമസിച്ചിരുന്ന ബാക്സ്റ്റർ ബിൽഡിംഗ് ആണ് പിന്നീട് ടോണി സ്റ്റാർക്കിൻ്റെ അച്ഛൻ ഹോവാർഡ് സ്റ്റാർക്ക് വാങ്ങിയതും എന്നൊക്കെയായിരുന്നു. പക്ഷേ ആ തിയറി പിന്നീട് എടുത്ത് കളഞ്ഞിരുന്നു. സോ പുതിയ ഫാന്റാസ്റ്റിക് ഫോറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് യൂണിവേഴ്സിലാണ്, അതായത് എർത്ത് 828-ൽ. ആ യൂണിവേഴ്സിൽ സെറ്റ് ചെയ്യുന്ന ആദ്യത്തെ കഥയാണ് ഫാന്റാസ്റ്റിക് ഫോർ. സെപ്പറേറ്റ് യൂണിവേഴ്സിൽ എന്ന് മാത്രമല്ല, അവിടെ 1960s-ലായിരിക്കും കഥ നടക്കുന്നത്. അതായത് കോമിക്കിലെ ഒറിജിനൽ കഥ നടക്കുന്ന ആ കാലഘട്ടത്തിൽ. ഈ ആൾട്ടർനേറ്റ് റിയാലിറ്റിയിൽ ഒരു റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് കാലഘട്ടത്തിലായിരിക്കും കഥ നടക്കുന്നത്. അതായത് 1960s ആണ്, പക്ഷേ ഒരു ഫ്യൂച്ചറിൻ്റെ ആ ഒരു വൈബും ഉണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഈ കാർട്ടൂൺ നെറ്റ്വർക്കിലൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, ജെറ്റ്സൺസ് എന്ന് പറഞ്ഞിട്ട്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ലുക്കും എസ്തെറ്റിക്സും ടെക്നോളജിയും ഒക്കെ അതിലെ പോലെയൊക്കെ ആയിട്ടാണ് ഓർമ്മ വന്നത്. അതുപോലെ തന്നെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഫ്ലൈയിങ് കാറും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഈ യൂണിവേഴ്സിൽ അവർ ഓൾറെഡി ഫാന്റാസ്റ്റിക് ഫോറായി അറിയപ്പെടുന്നുണ്ട്, എല്ലാവരും അവരെ ആരാധിക്കുന്നുണ്ട്, അവർക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസും ഉണ്ട്. നമുക്കറിയാം ഫേസ് 4-ലെയും ഫേസ് 5-ലെയും ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു MCUവിന് ഒരു പ്രോപ്പർ വില്ലൻ ഇല്ലായിരുന്നു എന്നത്. ഈ സിനിമയിലൂടെ മാർവലിലെ തന്നെ ഏറ്റവും വലിയ 2 വില്ലന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ അയൺമാൻ ചിലപ്പോൾ ഡോക്ടർ ഡൂമായിട്ട് വരുന്നത് ചിലപ്പോൾ കാണിച്ചേക്കാം. Where to, buddy? The Baxter Building. Quickly. Hey, you're that Iron Man guy, ain't you? Oh, yes, I am. ഈ സിനിമയ്ക്ക് ഫാന്റാസ്റ്റിക് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പേരിടാൻ ചിലപ്പോൾ 2 കാരണങ്ങൾ കാണും. ഒന്ന്, ഫേസ് 6-ലെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ടോ, അല്ലെങ്കിൽ റീഡ് റിച്ചാർഡ്സിൻ്റെയും സൂ സ്റ്റോമിൻ്റെയും മകനായ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ടോ ആവാം. ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ ചുറ്റിപ്പറ്റിയാകും ഈ സിനിമയുടെ കഥ തന്നെ. കാരണം ആ ഒരു ക്യാരക്ടർ മാർവൽ കോമിക്സിൽ ഒരു ഒമേഗ ലെവൽ മ്യൂട്ടൻ്റായാണ് അറിയപ്പെടുന്നത്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിലൊന്ന്. അങ്ങനെ പറയാൻ കാരണം എന്തുതരം റിയാലിറ്റി ഉണ്ടാക്കാനും യൂണിവേഴ്സ് ഉണ്ടാക്കാനും ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന് പറ്റും. അതുകൊണ്ട് തന്നെ പ്ലാനറ്റുകൾ വിഴുങ്ങാൻ കഴിയുന്ന ഗലാക്ടസ് ആ കുട്ടിയെ കണ്ടെത്താൻ എന്തായാലും ശ്രമിക്കും. മേ ബി അതിൻ്റെ ആദ്യ പടിയായിട്ടായിരിക്കും സിൽവർ സർഫറിനെ അയക്കുന്നത്. ഈ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് ഇനി അങ്ങോട്ടുള്ള മാർവൽ സിനിമകളിൽ തന്നെ ചിലപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് മാറാൻ തന്നെ ചാൻസ് ഉണ്ട്. ഇതെന്താണോ ഉറുമീസ് ഈ കാണിച്ചിരിക്കുന്നത്? ഇത്രയും പിള്ളേരോ? അവിടെ അടുത്തുള്ള മുഴുവൻ കുട്ടികളുമുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇരുന്ന് തീരുമാനിക്കും പപ്പന്റെ കുട്ടി ഏതാന്ന്. അതാണ് ഉറുമീസ്.
സോ ഗലാക്ടസ് 828-നെ അറ്റാക്ക് ചെയ്യുന്നതും ചിലപ്പോൾ ഫാന്റാസ്റ്റിക് ഫോർ തോൽവി സമ്മതിച്ച് സഹായം തേടാനായി തണ്ടർ ബോൾസ് ഉള്ള മറ്റൊരു യൂണിവേഴ്സായ എർത്ത് 616ലേക്ക് എത്തുന്നതുമാകാം തണ്ടർ ബോൾസിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ്സിൽ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിനെ സേഫായി അവിടെ ഏൽപ്പിക്കാൻ. സോ റീഡ് റിച്ചാർഡ്സും സൂ സ്റ്റോമും അവരുടെ മകനെ വിട്ടുകൊടുക്കാതെ ഗലാക്ടസിനെ തോൽപ്പിക്കാൻ പറ്റുമോ, അതോ അവർ തോറ്റ് അവരുടെ യൂണിവേഴ്സിൽ നിന്ന് എസ്കേപ്പായി എർത്ത് 616ലേക്ക് എത്തുമോ എന്നൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത്. അതുപോലെ ഡോക്ടർ ഡൂം ഈ പിക്ചറിലേക്ക് എങ്ങനെ വരുന്നുവെന്നും. സോ ഇതാണ് ഫാന്റാസ്റ്റിക് ഫോർ കാണുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഡീറ്റെയിൽസ്. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, കാരണം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്ന് വിചാരിച്ചാണ് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. വിട്ടുപോയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.